ഞാനിങ്ങനെ നല്ല അഭിപ്രായം കേട്ട ഈ വർഷത്തെ തമിഴ് സിനിമകൾ കാണാൻ ഞാൻ ബാക്കി വെച്ചതൊക്കെ കണ്ടു തീർക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചെറിയ നല്ല പടമാണ് അത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു സെപ്പറേറ്റ് റിവ്യൂ അർഹിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നി. കാരണം അധികം ആരും ഈ പടത്തെക്കുറിച്ച് അങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ല. കിണർ ഹരികുമാരൻ സംവിധാനം ചെയ്ത ഒരു തമിഴ് ഫീൽ ഗുഡ് ഡ്രാമ മൂവിയാണ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. കുറച്ച് കുട്ടികളും അവർക്ക് കിണറിന് വേണ്ടിയുള്ള ആഗ്രഹവുമാണ് ഈ സിനിമ എന്ന് പറയാം. നമ്മുടെ നാട്ടിലെ കിണറിൽ നിന്നും തമിഴ്നാട്ടിലെ കിണറുകൾക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. കുറച്ച് വലുതാണ്, അവരിങ്ങനെ കുളം പോലെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്ന ടൈപ്പ് കിണറുകൾ അവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കിണറിൽ കുറച്ച് കുട്ടികൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആദ്യത്തെ സീന്. കിണറിന്റെ ഓണർ വന്നിട്ട് അവരെ അടിച്ചോടിക്കും. പിന്നീട് ഈ കുട്ടികൾ ചേർന്ന് അവരെങ്ങനെയെങ്കിലും ഒരു കിണർ കുഴിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ എത്തുകയാണ്. അവർക്കത് കുഴിക്കാൻ പറ്റിയോ, പിന്നീട് എന്താണ് നടക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു സിനിമയാണ് കിണർ. പറയുന്ന വിഷയം വളരെ ആത്മാർത്ഥമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. തമിഴിലെ കാക്കമുട്ട എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ആ ഒരു മൂഡ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അതിൽ പിസ്സ ആയിരുന്നെങ്കിൽ ഇതിൽ കിണറാണ് എന്നുള്ളതാണ് വ്യത്യാസം. ഒരു ചെറിയ ഗ്രാമത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് മനുഷ്യരും അവരുടെ കുടിവെള്ള പ്രശ്നവും അതിനെ കുട്ടികളുടെ കണ്ണിലൂടെ പറഞ്ഞിരിക്കുകയാണ്. സിമ്പിൾ ആണ്, റൂട്ടഡ് ആണ്, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥയുമാണ്. പടം തുടങ്ങി തീരുന്നത് വരെ നമുക്കൊരു ചെറിയ ചിരി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. കുട്ടികളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ പിള്ളേർ സീരിയസ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങൾ, നിഷ്കളങ്കമായിട്ട് പറയുന്ന പല കാര്യങ്ങൾ നമുക്ക് തമാശയായിട്ട് തോന്നും. അത് വർക്ക് ആവുന്നുണ്ടെന്നുള്ളതാണ് പടത്തിന്റെ ഗുണം. ഇവർ തങ്ങളിൽ പറയുന്ന ചില ചെറിയ ചെറിയ കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ രസകരമായിട്ടുള്ള കുറെ സീനുകൾ ഈ സിനിമയിലുണ്ട്. ഇപ്പൊ കോമഡി മാത്രമല്ല, അത്യാവശ്യം ടച്ചിങ് ആയിട്ടുള്ള ചില രംഗങ്ങളും പടത്തിലുണ്ട്. പഞ്ചറൊട്ടിക്കുന്ന ഒരു കഥാപാത്രം കഥയ്ക്ക് ഒരു ഇമോഷണൽ ടച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇത്തരം ഇമോഷണൽ എലമെന്റ്സ് ഒക്കെ വെച്ച് ഇവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മെലോ ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ കരയിപ്പിക്കാനുള്ള ഒരു സാധ്യതയൊക്കെയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. എല്ലാം വളരെ ലൈറ്റ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ്. അമ്മുമ്മ മോന്റെ കുറെ ചോറും കൊണ്ട് പോകുന്ന സീൻ ഇമോഷണൽ ആയിട്ട് കൊണ്ടുവന്ന് വേണമെങ്കിൽ അവർക്ക് നിർത്താൻ പറ്റും. പക്ഷെ അതൊരു കോമഡി ആയിട്ടാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ അമ്മൂമ്മയും കൊച്ചുമകനും തമ്മിലുള്ള ഒരു ലവ് ഹെയ്റ്റ് ബന്ധവും രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനയിച്ച ബാലതാരങ്ങളെല്ലാം തന്നെ നല്ല നാച്ചുറൽ പെർഫോമൻസ് ആയിരുന്നു. അവരുടെ ഡയലോഗ് ഡെലിവറിയും ഭയങ്കര കാഷ്വലും റിയലിസ്റ്റിക്കുമായിട്ട് തന്നെ തോന്നി. പെത്തപ്പൻ എന്ന മെയിൻ അക്കൂട്ടത്തിലുള്ള പയ്യൻ ആയിട്ട് വന്ന കനീഷ് കുമാർ, സായി ബോലായിട്ട് വന്ന അശ്വിൻ, പിന്നെ ബാക്കി അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന ശ്രീഹരിഹരൻ, മനോജ് കണ്ണൻ, അങ്ങനെ എല്ലാ ബാലതാരങ്ങളും മികച്ച പെർഫോമൻസ് ആയിരുന്നു. പാട്ടിയായിട്ട് വന്ന അമ്മൂമ്മയുടെ പേര് എനിക്കറിയില്ല, അവരും നല്ല പെർഫോമൻസ് ആണ്. പഞ്ചറൊട്ടിക്കുന്ന ചേട്ടനായിട്ട് വന്ന വിവേക് പ്രസന്നയും കിടുവായിരുന്നു. ഗൗതം വെങ്കിടേഷിന്റെ ക്യാമറയും ഗൗതം രാജിന്റെ എഡിറ്റിംഗും മികച്ചത് തന്നെയാണ്. തമിഴ്നാട്ടിലെ ഭയങ്കര അഴകുള്ള ഒരു ചെറിയ ഗ്രാമം, അത് വളരെ സിൻസിയർ ആയിട്ട് തന്നെ ക്യാമറയിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഭുവനേഷ് ശെൽവനേഷനാണ് ഇതിന്റെ മ്യൂസിക്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ ആ ഒരു ഫീൽ ഗുഡ് സ്വഭാവത്തിനൊക്കെ കറക്റ്റ് ആയിരുന്നു. പടത്തിന്റെ ആ ഡയറക്ഷനും കൊള്ളാം. സിനിമയിലെ ഒന്ന് രണ്ട് കോമഡി രംഗങ്ങൾ കോമഡിക്കായിട്ട് ചെയ്തതെന്ന് തോന്നുന്ന ചില സീൻസ് എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും ഏതാണെന്നുള്ളത്. അതല്ലാതെ എനിക്ക് വലിയ നെഗറ്റീവ് ഒന്നും പടത്തിൽ ഫീൽ ചെയ്തില്ല. ഒരു ഭയങ്കര സംഭവം പടമൊന്നുമല്ല കേട്ടോ. ഒരു സിമ്പിൾ കഥയാണ്, പിള്ളേരുടെ പടമാണ്. ആ ഒരു രീതിയിലാണ് ഈ സിനിമ കാണാനായിട്ട്. മൊത്തത്തിൽ ഒരു നല്ല ഫീൽ ഗുഡ് പടമാണ് കിണർ. ഒരു സിമ്പിൾ ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിപ്പടമാണ്. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സിൻസിയർ ആയിട്ടുള്ള ചില കഥകൾ പറയാനുള്ള ശ്രമം, അത്തരത്തിലുള്ള പടങ്ങൾ എനിക്ക് വർക്കാവാറുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. 1 മണിക്കൂർ 48 മിനിറ്റ് മാത്രമേ ഇതിന് ലെങ്ത് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.